പോയി പോയി വഴി തെറ്റി ഏതൊക്കെയോ ഊടുവഴികളിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവസാനം മാപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെ. എനിക്കാണെങ്കിൽ ഇന്ന് റൂട്ട് കനാലിന്റെ സെക്കൻഡ് സെക്ഷനിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞ ദിവസമായിരുന്നു. അങ്ങനെ ഞാനും ഇക്കായുടെ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങി. അങ്ങനെ ഹൈവേ വഴി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊരു പോക്കറ്റ് റോഡ് കയറിയതാട്ടാ. പിന്നെ വഴി തെറ്റി മാപ്പൊക്കെ ഇട്ട് അവസാനം എന്തായാലും ഭദ്രമായിട്ട് ഹൈവേയിൽ ബ്ലോക്കിന്റെ ഇടയിൽ തന്നെ വന്ന് വീണ്ടും പെട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്തായാലും വൈകുന്നേരം ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്നാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്തപ്പോൾ അത്യാവശ്യം വേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ അന്നത്തെ പോലെ മരവിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ 2 ദിവസത്തേക്ക് കാണുമെന്ന് എന്തായാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ ഉണ്ട് വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒരു കൈ. ഞാൻ തന്നെ പെട്ടെന്നൊന്ന് പേടിച്ചു പോയി കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ആ കൈ അവിടെ കണ്ടില്ല. അങ്ങനെ പിന്നെ രാത്രി ഇത്രയും ഡിലേ ആയതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിലോട്ട്. അങ്ങനെ വീടെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടൊരു കടയുണ്ട്. അവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡ് വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.